ഏവർക്കും അറിയാവുന്നതാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലാക്കാൻ സാധിക്കാത്ത അദൃശ്യമായൊരു ശക്തിയാണെന്നത്. ഒരാൾക്കും തന്നെ മറ്റൊരാളുടെ മനസ്സ് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല. അതൊരു അപരാധമല്ല, അതൊരു തെറ്റല്ല. അങ്ങനെയാണ് മനുഷ്യ മനസ്സിൻ്റെ പ്രകൃതി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ ചിരിച്ചിരിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിന് ഉള്ളിൽ അകത്ത് ചിരിയായിരിക്കില്ല, കരച്ചിലാവും. ബാഹ്യമായിട്ട് ആൾ ചിരിക്കുന്നുണ്ടാവും. ആ ഭാവം അയാൾക്ക് ചിരിയുടെ ഭാവമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്ന് വരാം. അതുകൊണ്ട് അയാൾ മനസ്സിൻ്റെ അടിയിൽ സന്തോഷത്തോടു കൂടി ആസ്വദിച്ച് ചിരിക്കുകയാണെന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. പലപ്പോഴും നമുക്കറിയാം, ചിരി തന്നെ ചില ദുഃഖത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഒരു പൊട്ടിച്ചിരിയോടുകൂടി ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മനുഷ്യ മനസ്സ് എന്ന് പറയുന്ന അദൃശ്യമായൊരു ശക്തിയാണ്. അദൃശ്യമായ ശക്തി ഓരോ മനുഷ്യരിലും പല ഘട്ടങ്ങളിലും പലതായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം നമ്മളൊരു തൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കൂട്ടുകാരൻ്റെ മനസ്സ് എന്താണെന്ന് അവനോട് സംസാരിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. അവൻ മനസ്സ് തുറന്നത് അവതരിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ അതൊരെത്ര നിസ്സാരമായൊരു കാര്യത്തിനാണോ നീ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുന്നത്, ഇത്രയൊക്കെ പ്രയാസപ്പെടുന്നത് എന്ന് നമുക്ക് പറയാൻ തോന്നും. ഇത് വലിയ കാര്യമാണ്, ഇന്നെ ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടാണോ നീ ഇപ്പം ഇത്ര വിഷമിച്ചിരിക്കുന്നത് എന്ന് അങ്ങോട്ട് ചോദിച്ചു എന്ന് വരാം. പക്ഷെ അതേ വിഷമം ഈ വ്യക്തിയിൽ ശാലിൽ ഉണ്ടായിത്തീരുകയാണെങ്കിൽ അദ്ദേഹത്തിന് അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അപ്പം മനുഷ്യൻ്റെ മനസ്സ് അദൃശ്യമായ മനസ്സിൽ സൃഷ്ടിക്കുന്ന വിഘാതങ്ങളെ അത് ശരീരപ്രകടനത്തിലൂടെ അവതരിപ്പിക്കുമ്പോൾ ശരീരത്തിന് യാതൊരു പ്രാധാന്യം നൽകാതെ എല്ലാ സൗഭാഗ്യങ്ങളും പ്രഥമ ദൃഷ്ടിയാൽ ബോധ്യപ്പെടുമ്പോഴും നമ്മൾ അദ്ദേഹത്തിന് ജീവിക്കാൻ തന്നെ സാധിക്കാത്ത വണ്ണം സ്വയംഭൂ ആത്മഹത്യ ചെയ്യാൻ തോന്നിപ്പിക്കുന്ന മനസ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വലിയ പണക്കാരനൊരാൾ നമ്മൾ കണ്ടു, ഒരു ജോയ് എന്ന് പറഞ്ഞ ആൾ, കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഉടമയായ ജോയ് എന്നല്ലേ പറഞ്ഞത്. ജോയ് എന്ന ആൾ ലോകത്തെമ്പാടും ഒരുപാട് കൺസ്ട്രക്ഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരുപാട് സമ്പത്തുണ്ട്, അറബ് രാജ്യങ്ങളിലുണ്ട്, എല്ലാ രാജ്യങ്ങളിലുണ്ട്. അദ്ദേഹം തന്നെ പറയുന്നു, വളരെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് ഒരു കടബാധ്യതയില്ല, ഒരു പ്രയാസവുമില്ല എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു കേട്ടിടത്തോളം അയാൾ സ്വയം വെടിവെച്ച് മരിച്ചു എന്നാണ്. അപ്പം ഇങ്ങനെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ മനസ്സിനെ യഥാർത്ഥത്തിൽ എന്ത് നോവാണ് അദ്ദേഹത്തെ ജീവിക്കാൻ അനുവദിക്കാത്ത വണ്ണം അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ പ്രേരിപ്പിച്ച വസ്തുത എന്ത് എന്ന് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അയാളോട് ചോദിക്കാൻ വയ്യ, അയാളിപ്പം ജീവിച്ചിരിപ്പില്ല. പക്ഷെ അയാൾ വളരെ ആസ്വദിച്ച് ജീവിച്ചൊരു മനുഷ്യൻ ഒരു നിമിഷത്തിൽ താൻ ജീവിക്കേണ്ടതില്ല എന്ന് ബോധ്യം വരികയും സ്വയം വെടിവെച്ച് മരിക്കുകയും ചെയ്തു എന്നാണ് കേട്ട വാർത്ത. അത് മരിച്ചതാണോ മരിപ്പിച്ചതാണോ എന്നുള്ള കാര്യം വേറെ. എന്തായാലും ഇങ്ങനെയാണ് പൊതുവിൽ മൊത്തത്തിൽ മനുഷ്യൻ പറയുന്നെങ്കിൽ അങ്ങനെ ഒരുപാട് പേര് അവസാന ഘട്ടത്തിൽ ജീവിതം നശിപ്പിച്ചവരെ കഥകളും കാണാം. ആരും മോശക്കാരല്ല, വളരെ ഉയർന്ന സ്ഥാനങ്ങൾ അലങ്കരിച്ചവർ. ഇപ്പം മനസ്സിനെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കാൻ സഹായിക്കുന്ന അവൻ്റെ മനസ്സ് തന്നെയാണ്. ആ മനസ്സിനെ കണ്ടറിഞ്ഞ് കൈകാര്യം ചെയ്ത് ആശ്വസിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കോഴ്സ്, ഒരു മനഃശാസ്ത്ര കൗൺസിലിംഗ് കോഴ്സ് എല്ലാ മനുഷ്യർക്കും ചിലപ്പോൾ നൽകേണ്ടതാണ്. ചില നിമിഷങ്ങളിൽ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ഇനി അടുത്ത നിമിഷം ഞാൻ ജീവിക്കാതിരിക്കുകയാണെന്നല്ല, ഇവിടെ വെച്ച് അവസാനിപ്പിച്ചളയാൻ തോന്നും. അങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയാത്ത വ്യക്തികൾ ചിലപ്പോഴൊക്കെ വിഷമത്തോടു കൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ട് നീക്കുന്നതായിട്ട് നമുക്ക് സാധിക്കും. ചിലരെല്ലാ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊരു നേട്ടമായിട്ടും ഞാൻ പ്രതിരോധിക്കാനുള്ള ശക്തി ഞാൻ ആർജിച്ചിട്ടുണ്ടെന്നും ഞാൻ അപ്പുറം ഒരു ഭാവി കാണുന്നുണ്ടെന്നും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഉയർന്ന ശക്തമേറിയ മനസ്സിൻ്റെ ഉടമകളും ഇപ്പോഴും ജീവിക്കുന്നവരെ നമുക്ക് കാണാം. പല MLA മാരും MP മാരും മന്ത്രിമാരും ഒക്കെ കൂട്ടത്തിൽപ്പെടുന്നവർ തന്നെയാണ്. പക്ഷേ സ്ഥാനത്തിരുന്നിട്ടും അതൊക്കെ ഒഴിവാക്കി ഇറങ്ങിപ്പോരേണ്ടി വരികയും പലരെ സംബന്ധിച്ചിടത്തോളം അവരെ സ്ഥാനമാനങ്ങളെല്ലാം വകവെക്കാതെ പെരുമാറുകയും ജനങ്ങൾക്കിടയിൽ അവരെ ആട്ടിയൊടിക്കുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടായിട്ടും അതിൽ നിന്നൊക്കെ വിജയിച്ച് മുന്നേറി ആ സ്ഥാനത്തേക്ക് അവരെ സ്വീകരിച്ച് ജനങ്ങൾക്കിടയിൽ നേതാവാക്കി കാണത്തക്ക നിലയിൽ പോകുന്നവരെയും നമുക്ക് കാണാൻ കഴിയും. അഭിമാനം അതിന് ക്ഷതം വരുമ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർക്കിടയിൽ അഭിമാനം ഉണ്ടല്ലോ, നിലനിർത്താൻ സാധിക്കാത്തപ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ലാത്ത തോന്നുന്ന മനസ്സിൻ്റെ ഉടമകളുണ്ട്. ഇത് എല്ലാവരും അവൻ്റെ ജീവിതം ഒരു അഭിമാനകരമായി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന മനസ്സിൻ്റെ ഉടമകളാവാൻ വേണ്ടൊരു കോഴ്സ് ഇന്ന് എവിടെയും കൊടുക്കുന്നില്ല. അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഡിപ്രഷനുമായി ചെല്ലുമ്പോൾ ഡിപ്രഷനാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്നൊരു ഉപദേശം കൊടുക്കും. അതിന് ഡിപ്രഷൻ വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു വിടുന്നതോടുകൂടി അയാൾ ഡിപ്രഷൻ മാറണമെന്നില്ല. ഒരാൾ ഡിപ്രഷൻ വേറൊരാൾക്ക് മനസ്സിലാവും ചെയ്യില്ല. അത് ഏത് കാരണത്താലാണ് അയാളെ അത്രത്തോളം അധപതിപ്പിക്കത്ത നിലയിലേക്ക് എത്തിച്ചതെന്ന് മറ്റൊരുത്തിന് മനസ്സിലാക്കാൻ, കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ലെന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയത് ഞാൻ ഓർക്കുകയാണ്.
അവയൊന്നും ഇവിടെ പറഞ്ഞ് വിശദീകരിച്ച് മനസ്സിലാക്കി തരാൻ ഈ സന്ദർഭം പോരെന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ചുരുക്കി പറയുന്നത്. വ്യക്തമായി പറയണമെങ്കിൽ ദീർഘ ക്ലാസ്സുകൾ ആവശ്യമാണ്. ഒന്ന് മാത്രം സംക്ഷിപ്തമായി പറഞ്ഞാൽ, ഏത് വിദ്യാഭ്യാസത്തിന് പോകുന്നവരും എന്തും കൈകാര്യം ചെയ്യുന്നവർക്കും അതിനനുസൃതമായൊരു മനുഷ്യ മനസ്സിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മനസ്സുണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പഠനം നൽകേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം.